നമുക്ക് വേതാള കഥകൾ തുടർന്ന് കേൾക്കാം. അടുത്ത കഥയുടെ പേര് ഒരു ശോകകഥ. വിക്രമാദിത്യനോടൊപ്പം വീണ്ടും പുറപ്പെടേണ്ടി വന്നപ്പോൾ യാത്രയുടെ വിരസത മാറ്റാനാണെന്ന് പറഞ്ഞ് വേതാളം മറ്റൊരു കഥ പറഞ്ഞു. ചന്ദ്രവദന എന്ന യുവതിയെ ശരചന്ദ്രൻ എന്ന ബ്രാഹ്മണ യുവാവ് പ്രണയിച്ചു. പക്ഷേ ചന്ദ്രവദനയെ ചാരുഹാസൻ എന്ന മറ്റൊരു യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കാനായിരുന്നു മാതാപിതാക്കളുടെ തീരുമാനം. തനിക്ക് വിവാഹം ഇപ്പോൾ വേണ്ട എന്ന് ചന്ദ്രവദന പല കുറി പറഞ്ഞെങ്കിലും മാതാപിതാക്കൾ അത് ചെവിക്കൊണ്ടില്ല. അച്ഛനമ്മമാരെ നിഷേധിച്ചുകൊണ്ട് ശരചന്ദ്രനൊപ്പം ജീവിക്കാനുള്ള ധൈര്യം ചന്ദ്രവദനയ്ക്കുണ്ടായില്ല. പ്രണയം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവൾ ചാരുഹാസനെ വിവാഹം ചെയ്തു. അതോടെ ശരചന്ദ്രൻ്റെ അവസ്ഥ പരിതാപകരമായി. അയാൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ചന്ദ്രവദനയെ ഓർത്ത് കരഞ്ഞു. അനുദിനം അയാളുടെ ആരോഗ്യസ്ഥിതി മോശമായി. ഒടുവിൽ ഒരു നാൾ അയാൾ മരിച്ചു. ചന്ദ്രവദനയുടെ സ്ഥിതിയും മെച്ചമായിരുന്നില്ല. വിവാഹിതയായെങ്കിലും ശരചന്ദ്രനെ മറക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. നാട്ടിൽ നിന്നെത്തിയ കൂട്ടുകാരികൾ ശരചന്ദ്രൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം സഹിക്കവയ്യാതെ അവൾ ആത്മഹത്യ ചെയ്തു. ചന്ദ്രവദനയുടെ മരണം ചാരുഹാസനെ വല്ലാതെ ഉലച്ചു. അയാൾ അതിനുശേഷം ആരോടും മിണ്ടിയില്ല. ഏതാനും ദിവസങ്ങൾക്കകം ദുഃഖം സഹിക്കവയ്യാതെ അയാളും ജീവത്യാഗം ചെയ്തു. ഈ 3 മരണങ്ങളിൽ ഏതു മരണമാണ് കൂടുതൽ ശോകകരമാകുന്നത്? വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു. ചന്ദ്രവദനയും ശരചന്ദ്രനും പ്രണയബദ്ധരായിരുന്നു. ചന്ദ്രവദനയുടെ വിവാഹശേഷം യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിതം നയിക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. അതിനാൽ അവർ മരണത്തെ പുൽകി. എന്നാൽ ഭാര്യയുടെ മനസ്സിലുള്ളത് എന്തെന്നറിയാതെ അവളെ സ്നേഹിച്ച ആ ഭർത്താവിൻ്റെ മരണമാണ് നമ്മെ വളരെയേറെ ഉലയ്ക്കുന്നത്. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. അത് കേട്ടപാടെ വേതാളം തൻ്റെ ബന്ധനത്തിൽ നിന്ന് വിമുക്തി നേടി മുരിക്കുമരത്തിലേക്ക് പാഞ്ഞു.